السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ എല്ലാ പുണ്യവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വചനം മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഉദ്ധരിക്കുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. പുണ്യനബി പറയുന്നു, അൽ അഅമാലു ഇൻദല്ലാഹി അസ്സ വജല്ല സബ്ഉൻ. അള്ളാഹുവിൻ്റെ അരികിൽ അമലുകൾ 7 തരത്തിലാണ്. അമലാനി മൂജിബാനി വ അമലാനി ബി അംസാലിഹിമ വ അമലുൻ ബി അശരി അംസാലിഹി വ അമലുൻ ബി സബ്ഇമിയത്തിൻ വ അമലുൻ ലാ യഅലമു സവാബു ആമിലിഹി ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ പറയുന്നു, 2 അമലുകൾ അതിൻ്റെ പ്രതിഫലം നിർബന്ധമാകുന്നതാണ്. 2 പ്രവർത്തനങ്ങൾ, 2 അമലുകൾ തുല്യ പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു പ്രവർത്തനം 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്. പിന്നെ ഒരു പ്രവർത്തനം പറയുന്നത് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. പിന്നെ ഇങ്ങനെ പ്രതിഫലങ്ങൾ വർദ്ധിപ്പിച്ച് 7ാമത്തെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞത് വ അമലുൻ ലാ യഅലമു സവാബു ആമിലിഹി ഇല്ലല്ലാഹ്. അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്രയും വലിയ പ്രതിഫലമാണ് ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇനി ഈ 7 അമലുകൾ ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ ലഖിയല്ലാഹ ഖദ് അശ്റക ബിഹി വജബത്ത് ലഹുന്നാർ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്തവനായിട്ടാണ് നാളെ മഹ്ശറാവൻ ഭൂമിയിൽ പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവന് നരകം നിർബന്ധമാണ്. ഇതാണ് നിർബന്ധമാകുന്ന ഒരു പ്രവർത്തനം. പിന്നീട് അവിടുന്ന് പറയുന്നു, വമൻ ലഖിയല്ലാഹ യഅബദഹു മുഖ്ലിസൻ ലാ യുശ്രികു ബിഹി ശൈഅ വജബത്ത് ലഹുൽ ജന്ന. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച് നല്ല മനുഷ്യനായി ജീവിച്ചവനാണെങ്കിൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ്. ഇതാണ് നിർബന്ധമാകുന്ന 2 അമലുകൾ. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വമൻ അമില സയ്യിഅതൻ ജുസിയ ബിഹ. തുല്യ പ്രതിഫലം ലഭിക്കുന്നത്, ഒരു തിന്മ ചെയ്താൽ ഒരു ശിക്ഷയാണ് അള്ളാഹു നൽകുന്നത്. വമൻ അറാദ അൻ യഅമല ഹസനതൻ ഫലം യഅമൽഹ ജുസിയ മിസ്ലഹ. ഒരു നല്ല പ്രവർത്തനം കരുതി പ്രവർത്തിച്ചില്ല എങ്കിലും ഒരു നന്മ അള്ളാഹു രേഖപ്പെടുത്തും. ഇതാണ് തുല്യ പ്രതിഫലം ലഭിക്കുന്ന 2 അമലുകൾ. വമൻ അമില ഹസനതൻ ജുസിയ അശ്റ. ഇനി ആ നന്മ പ്രവർത്തിക്കുക കൂടി ചെയ്താൽ അവൻക്ക് 10 ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, വമൻ അൻഫഖ മാലഹു ഫി സബീലില്ലാഹ് ളുഇഫത് ലഹു നഫഖതുഹു ബി700. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ സമ്പത്തിനെ അവൻ ചെലവഴിക്കുന്നുവെങ്കിൽ 700 ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് നൽകുന്നത്. ഇങ്ങനെ പറഞ്ഞു പ്രതിഫലങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നപ്പോൾ സഹാബാക്കൾ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. പിന്നീടൊരു അമൽ പറഞ്ഞു, അള്ളാഹുവിനല്ലാതെ അതിൻ്റെ പ്രതിഫലം എത്ര എന്ന് അറിയാൻ കഴിയില്ല. അതേതാണ്? സഹാബാക്കൾ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ പറഞ്ഞുകൊടുത്തു, വസ്സിയാമു ലില്ലാഹി അസ്സ വജല്ല ലാ യഅലമു സവാബ ആമിലിഹി ഇല്ലല്ലാഹ്. നോമ്പെടുക്കുന്നവനുള്ള പ്രതിഫലം അത് കണക്കാക്കാൻ അള്ളാഹുവിനല്ലാതെ കഴിയുകയില്ല. എണ്ണമറ്റ പ്രതിഫലമാണ് നോമ്പുകാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന്. ഈ വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം 3 നോമ്പെടുക്കുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് തന്നിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ പ്രതിഫലമാണ് ബഹുമാനികളെ നോമ്പിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സമർപ്പിക്കുന്നത്. ആ വലിയ പ്രതിഫലം ലഭിക്കുന്ന അനുഗ്രഹീതരിൽ ഉൾപ്പെടാൻ വിശുദ്ധ പ്രവാചകന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുക വഴി അള്ളാഹു നമുക്ക് വഴിയൊരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകൾക്കും അതുപോലെ എൻ്റെ പേജിലുള്ള എല്ലാ ആളുകൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രവാസികളായ സഹോദരങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രയാസമകറ്റി സന്തോഷത്തിൻ്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി